ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഒരു ഹൈലി വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു. മോർണിംഗ് സെഷനിൽ തന്നെ സെൻസെക്സും നിഫ്റ്റിയും വല്ലാതെ സ്ലൈഡ് ചെയ്തു. പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് ആന്റിസിപ്പേഷനും അതുപോലെ തന്നെ US ഫെഡറൽ റേറ്റ് പോസ്റ്റ് സംബന്ധിച്ച ഒരു അൺസർട്ടനിറ്റി ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഒരു ക്ലാരിറ്റി കോഷൻ മോഡിലായിരുന്നു മാർക്കറ്റ് പൊതുവെ ഉണ്ടായിരുന്നത്. ഒരു മിഡ് ഡേ റിക്കവറി അതിനുശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞു. എക്കണോമിക് സർവേ ബൂസ്റ്റ് ആണ് അതിനൊരു കാരണമായിട്ട് പറയാനുള്ളത്. ആഫ്റ്റർനൂൺ സെഷനിൽ മാർക്കറ്റ് മൂഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ് ഉണ്ടായത്. എക്കണോമിക് സർവേ 2026 റിലീസ് ആയതോടുകൂടി സെന്റിമെന്റ്സ് ഇംപ്രൂവ് ചെയ്തു. സർവേ ഫിനാൻഷ്യൽ ഇയർ 27 GDP ഗ്രോത്ത് 6.8% നിന്ന് 7.2 റേഞ്ചിൽ പ്രൊജക്ട് ചെയ്തതോടെ മാർക്കറ്റിൽ ഒരു കോൺഫിഡൻസ് തിരിച്ചു വരികയും ചെയ്തു. മാർക്കറ്റ് ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 25,418, സെൻസെക്സ് 82,566, ബാങ്ക് നിഫ്റ്റി 59,957 ഈ ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. ഓവറോൾ ക്ലോസ് ന്യൂട്രൽ ആയിരുന്നെങ്കിലും സെക്ടർ വൈസ് ഒരു ബിഗ് ആക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഇന്നത്തെ സ്റ്റാർ മെറ്റൽ തന്നെയായിരുന്നു. ഗ്ലോബൽ കമ്മോഡിറ്റി റാലി, എസ്പെഷ്യലി കോപ്പർ പ്രൈസ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതും മെറ്റൽ സ്റ്റോക്സിനെ സ്കൈ റോക്കറ്റ് ചെയ്തു. ടോപ്പ് 3 ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ സ്റ്റോക്ക് നിയർലി 18 to 20% റാലി നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. പുതിയ 52 വീക്ക് ഹൈയിലെത്തി. ഗ്ലോബൽ കോപ്പർ റെക്കോർഡ് ലെവലിൽ എത്തിയതും മധ്യപ്രദേശിലെ ഒരു ന്യൂ കോപ്പർ ബ്ലോക്കിന്റെ പ്രിഫേർഡ് ബിഡറായിട്ട് കമ്പനിയുടെ പേര് ഉയർന്നു വന്നതും ഒരു കാരണമായി. ഇന്നത്തെ റാലിയുടെ ഫേസ് തന്നെ ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ആയിരുന്നു. രണ്ടാമതായിട്ട് L&T ആണ്. സ്റ്റോക്ക് 4% ജമ്പാണ് കാണിച്ചത്. Q3 റിസൾട്ടിന് ശേഷം ട്രിപ്പിൾ ബ്രോക്കറേജസ് ലോങ് ടേം ഔട്ട്ലുക്ക് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തതും ഹൈ ടാർഗറ്റ് പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ തീം വീണ്ടും ഒരു സ്പോട്ട് ലൈറ്റിൽ വരികയും ചെയ്തു. തീർച്ചയായിട്ടും ഇതൊക്കെ L&Tയെ വീണ്ടും ഒരു പുതിയ ഒരു ഹൈയിലേക്ക് അല്ലെങ്കിൽ ഒരു കുതിച്ചു ചാട്ടത്തിലേക്ക് എത്തിക്കാൻ കാരണമായി എന്ന് നമുക്ക് കരുതാം. അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ സ്റ്റോക്ക് ഏതാണ്ട് ഒരു 3% വീഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സ്റ്റോക്കിന്റെ പ്രൈസ് ഏതാണ്ട് ഒരു 5 മന്ത് ലോയിലേക്ക് എത്തുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിന്റെ റീസൺ നോക്കുകയാണെങ്കിൽ Q3 പ്രോഫിറ്റ് എക്സ്പെക്ടേഷൻസ് മിസ് ചെയ്തതും അനലിസ്റ്റുകൾ സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് കട്ട് ചെയ്തതും ഒക്കെ തീർച്ചയായിട്ടും മാരുതി സുസുക്കിയുടെ സ്റ്റോക്ക് പ്രൈസ് ഡിക്ലൈൻ ചെയ്യാനുള്ള പ്രധാന കാരണമായിട്ടുണ്ട്. ഇനി ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ കോപ്പർ 19% ഹൈക്കാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ, ലാസൻ ആൻഡ് ടൂബ്രോ, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ്, ഇൻഡിഗോ, SBI ലൈഫ് ഇൻഷുറൻസ്, മാരുതി. ഇന്നത്തെ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഡയറക്ഷൻലെസ് ആയിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഇവന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു ഇന്നത്തേതെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അതേസമയം സെക്ടർ റൊട്ടേഷന്റെ ഓപ്പർച്യൂണിറ്റീസ് ഇൻവെസ്റ്റേഴ്സ് മിസ് ചെയ്യരുത്. മെറ്റലും ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്സും നമ്മുടെ ഫോക്കസിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഓട്ടോ സെക്ടർ അതുപോലെ തന്നെ സെലക്ടീവ് ഡിഫൻസും അണ്ടർ പ്രഷറിലാണ് എന്ന് കൂടി പറയേണ്ടതുണ്ട്. നാളത്തെ അനാലിസിസുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ അലർട്ട്, ട്രേഡ് വിത്ത് ഡിസിപ്ലിൻ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.